ഹലോ ഗൈസ്, ഇപ്പോൾ ടൈം രാവിലെ ഒരു 8 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 3 പേരും യുദ്ധത്തിന് പോകാനുള്ള ആയുധം വാങ്ങി നേരെ പോയത് നിർമ്മല കോളേജിലേക്കാണ്. ഞങ്ങളുടെ PG തേർഡ് സെം എക്സാംസ് സ്റ്റാർട്ടായിട്ടുണ്ട്. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ PG ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യണതെന്ന്. ഞങ്ങൾ ഫസ്റ്റ് സെം എക്സാംസ് എഴുതിയതും ഈ കോളേജിൽ തന്നെ കേട്ടോ. സെക്കൻഡ് സെം SH വെച്ചായിരുന്നു. അവർ നമുക്ക് തരുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഏറ്റവും അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്ന കോളേജ് ഏതാണോ അത് നമുക്ക് എക്സാം സെൻറ്റേഴ്സായിട്ട് ഓപ്റ്റ് ചെയ്യാം. അശ്വതിയും ശ്രുതിയും സെയിം ഓപ്ഷനാണ്. എൻ്റെ സബ്ജക്റ്റ് വേറെ ആയതുകൊണ്ട് ഞാൻ വേറെ ക്ലാസ്സിലായിരുന്നു കേട്ടോ. അങ്ങനെ 1 മണി വരെ ഏതാണ്ട് 3 മണിക്കൂർ അംഗം വെട്ടിയിട്ട് ഇറങ്ങി വരുവാണ് ഞങ്ങൾ ഓരോരുത്തരും. എല്ലാ എക്സാംസും കഴിഞ്ഞ് എല്ലാവരും പറയണ പോലെ തന്നെ എക്സാം കൊള്ളില്ലെന്ന് തന്നെയായിട്ട് ഇവരും പറയണേ. വലിയ പുതുമയൊന്നുമില്ല. പിന്നെ നിർമ്മല കോളേജിൻ്റെ ഒരു ഭംഗിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തോ അത്രയ്ക്ക് രസമാണ് അവിടെ കാണാൻ. കുറേ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോഴും എക്സാമിന് വന്ന എല്ലാവരും ഇവിടുത്തെ ചാമ്പക്കയും ഞാവലും ഒക്കെ പൊട്ടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ എത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രായം 17 കേട്ടോ. സ്വഭാവത്തിലെ ഇഷ്ടങ്ങളിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ശ്രുതിയുടെ നെയ്ബേഴ്സ് ആയിരുന്ന ഫാമിലി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ടാണ് കേട്ടോ. കഴിഞ്ഞ തവണ എക്സാമിന് വന്നപ്പോൾ പോകാമെന്ന് പറഞ്ഞെങ്കിലും അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ സത്യം പറയാലോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ. കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ പഴയ വീടും ഉള്ളിലോട്ടുള്ള കുറേ മുറികളും പഴയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെന്നൊക്കെ വീടെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒന്നും ഒരു അന്തരീക്ഷം അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ വീടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതേ പോരാതെ നേരം മുറ്റത്ത് നടക്കുമ്പോഴാണ് കേട്ടോ അവിടുത്തെ ചേട്ടൻ ഗ്രാമ്പൂൻ്റെ മരമാണെന്ന് പറഞ്ഞ് അതിൻ്റെ മരം കാണിച്ചു തരുന്നതും ഈ ഗ്രാമ്പും നമ്മുടെ കയ്യിൽ 2 കൊണ്ട് തരുന്നതും. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ മരം കാണുന്നതും. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും ബായ് പറഞ്ഞ് നിൽക്കുമ്പോൾ അശ്വതി വെച്ച് തന്നതാട്ടോ ഈ പൂവ് എൻ്റെ ചുവട്ടിൽ. നീ ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേമേനെയും കാത്തതേ വീട്ടിലൊരാൾ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ശ്രുതിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നെയിമിങ് സെറമണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെക്കനെ നമ്മൾ ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് പുതിയ തൊട്ടിൽ കാണുന്നതും ഇതിൽ ശ്രുതി ഇരിക്കും എന്നൊക്കെ പറയണത്. എന്നാൽ നീ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞതും അവൾ കയറിയിരുന്നു കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ വൈകുന്നേരമായി ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോട്ടോ. പിന്നെ മീനൊന്നും ഞാൻ അങ്ങനെ പൊതുവെ കഴിക്കാത്തതുകൊണ്ട് മാങ്ങയൊക്കെ പറിച്ച് ഞാൻ തന്നെ ഒരു തട്ടിക്കൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ 2 ചിക്കനും കൂട്ടിയിട്ടാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 7-8 കൊല്ലത്തെ പരിചയമാണ് ഞങ്ങൾ +2 ഗ്യാങ്ങും അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട് പോലെയാണ് ഞങ്ങൾ ഓരോ വീട്ടിൽ ചെന്നാലും. അങ്ങനെ പിന്നെ ചെക്കനെ എല്ലാവരും മാറി മാറി പിടിച്ചിട്ടാട്ടോ എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്.